ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ പ്രബോധനങ്ങളെ ധ്യാനിക്കുന്ന കാലത്തിൽ നിന്നും സമീപനങ്ങളെ ധ്യാനിക്കുന്ന കാലമായ വലിയ നോമ്പിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. സഹായത്തിനു വേണ്ടി കരയുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം നോമ്പുകാല ഞായറാഴ്ചകളിൽ നാം ദർശിക്കുന്നു. നമ്മുടെ സമീപനങ്ങളെ യേശുവിന്റെ സമീപനങ്ങളോട് ചേർത്ത് പിടിക്കുവാനുള്ള പ്രചോദനമാണ് ഈ കാലഘട്ടത്തിലെ ഓരോ ഞായറാഴ്ചയും നമുക്ക് നൽകുന്നത്. കഫർനഹൂമിലെ കനിവറ്റവരുടെ കാഠിന്യം കാണുന്ന ഒരു മഹാരംഗം. അർഹതപ്പെട്ടവന്റെ മുന്നിൽ മതില് പോലെ തടസ്സമായി ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം. ചുമന്നുകൊണ്ടുവന്ന 4 ആളുകളുടെ മനസ്സിൽ ഉയർന്ന ഏറ്റവും സാഹസികമായ സാധ്യത മേൽക്കൂര പൊളിക്കുക മാത്രമായിരുന്നു. ആ സാധ്യതയുടെ മുൻപിൽ കരുണ കവിഞ്ഞൊഴുകുന്നത് നാം സൗഖ്യത്തിലൂടെ ദർശിക്കുന്നു. പ്രിയമുള്ളവരെ, തളർവാദ രോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തമായി നിൽക്കുവാനോ നടക്കുവാനോ മറ്റുള്ളവരിൽ ആശ്രയിച്ച് മറ്റുള്ളവരുടെ സഹായത്താൽ കർത്താവിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്ന ഈ മനുഷ്യൻ്റെ വിലയേറിയ പ്രാർത്ഥന ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും കർത്താവിൻ്റെ അരികിൽ എത്തിച്ചേരുക മാത്രമായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചതും, എനിക്ക് അല്പം സ്ഥലം ഒരുക്കി തരുമോ, എനിക്കല്പം ഇടം നിങ്ങൾ തരുമോ എന്നത് തന്നെയാണ്. ഇത്തിരി ഇടം കിട്ടുന്നില്ല എന്ന ശക്തമായ വേദനയിലും ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചത് അതാണ്. ഇടം കിട്ടാത്തവന്റെ വേദന യേശുവിനോളം നന്നായി അറിയുന്നത് വേറെ ആർക്കാണ്? പ്രസവസ്ഥലം മുതൽ കുരിശുമരം വരെ മുന്നിൽ നിരന്തരം വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരാളാണ് ക്രിസ്തു. ഞാൻ വാതിലാണ് എന്ന് പറഞ്ഞവന്റെ മുന്നിൽ പല വാതിലുകളും അടഞ്ഞുപോയി വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ മനുഷ്യന് നൽകിയത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു സൗഖ്യമാണ്. ചലനമറ്റ ഈ മനുഷ്യന് ചലനം നൽകുന്ന കർത്താവ്. ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ചലനം വളർച്ചയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അടയാളമാണ്. ക്രിസ്തു ഈ മനുഷ്യന് വളർച്ചയും സ്വാതന്ത്ര്യവും ഒരേപോലെ നൽകുന്നു. തൻ്റെ കട്ടിലിൻ്റെ 4 അതിർത്തികളിൽ തളയ്ക്കപ്പെട്ട ഈ മനുഷ്യൻ വിശാലതയിലേക്ക് ഉയരുന്നത് നാം കാണുന്നു. പ്രിയമുള്ളവരെ, എന്തായാലും ഒന്നുണ്ട്, നടന്നു പോകാൻ സ്ഥലമില്ലാത്തയിടത്ത് കിടന്നു പോകാൻ സ്ഥലം കിട്ടി എന്ന് തളർവാദ രോഗി പറയുമ്പോൾ ആശയറ്റവരുടെ പ്രതീക്ഷകൾ കുന്നോളം ഉയരുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.